നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് വഴിത്തിരിവുകൾ എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഏകാഗ്രതയും പ്രാർത്ഥനയും. പ്രാർത്ഥനയിലുള്ള ഏകാഗ്രത ലഭിക്കാത്ത അവസ്ഥകൾ ഉണ്ടെന്ന് പല ആളുകളും ചർച്ച ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിന് കാരണമായിട്ടുള്ളത് ഇവർക്ക് ലഭിക്കുന്ന ഏകാഗ്രത അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ മറ്റു പല ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതായിട്ട് പലപ്പോഴും പല ആളുകൾക്കും അനുഭവഭേദ്യമായിട്ടുണ്ടാവും. ഈ പ്രാർത്ഥിക്കുന്ന സമയത്തും വേറൊരു സമയത്തുമാണ് ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അതിലൊന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്, രണ്ടാമതായിട്ട് ഉറങ്ങുന്നതിൻ്റെ തൊട്ടു മുമ്പായിട്ടും. ഇതിന് അർത്ഥം നമ്മുടെ ശരീരത്തിനും മനസ്സിനും റിലാക്സേഷൻ അല്ലെങ്കിൽ വിശ്രമം ലഭിക്കുന്ന സമയങ്ങളാണ് ഈ രണ്ട് സമയവും. പ്രാർത്ഥിക്കുന്ന സമയത്തും ഇതുപോലുള്ള ചിന്തകൾ വരും. ഉറങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ടും നമ്മൾ ചെയ്യാൻ മറന്നു വെച്ചതും ഈ പ്രാർത്ഥനയിലും ഈ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടും നമുക്ക് ചെയ്യാൻ മറന്നു വെച്ച കാര്യങ്ങൾ, കൊടുക്കാനുള്ള കടങ്ങൾ, കിട്ടാനുള്ള കടങ്ങൾ, ചെയ്തു തീർക്കാനുള്ള ജോലികൾ, പറയാൻ മറന്ന കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് അനുഭവഭേദ്യമാകുന്നതിൻ്റെ കാരണം നമ്മുടെ ശരീരത്തിനും മനസ്സിനും റിലാക്സേഷൻ, വിശ്രമം, ഏകാഗ്രത ലഭിക്കുമ്പോഴാണ് പുറകിൽ നടന്നു പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ മുമ്പോട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഓർമ്മകൾ കടന്നു വരുന്നതായിട്ട് കാണുന്നത്. ഇതിൻ്റെ അർത്ഥം മനസ്സിനും ശരീരത്തിനും നമുക്ക് റിലാക്സേഷൻ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പായിട്ട് ശരീരത്തിന് ഏകാഗ്രത, മനസ്സിനും ഏകാഗ്രത ലഭിച്ചില്ല എങ്കിൽ ഉറക്കം വരില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഉദാഹരണമായിട്ട് അമിതമായിട്ട് ദുഃഖമോ അമിതമായിട്ട് സന്തോഷമോ മനസ്സിൽ, ചിന്തകളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. ഉറക്കം വരാതിരിക്കുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ചുള്ള നമ്മൾ സന്തോഷിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള അമിതമായ ചിന്ത നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തും, ശരീരത്തിൻ്റെ റിലാക്സേഷൻ നഷ്ടപ്പെടുത്തും. അതുപോലെ തന്നെ ദുഃഖത്തിന് കാരണമായിട്ടുള്ള ആ കാരണം നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉറക്കം, വിശ്രമം, റിലാക്സേഷൻ നമുക്ക് നഷ്ടപ്പെടും, നമുക്ക് ഉറക്കം വരില്ല. അപ്പോൾ റിലാക്സേഷൻ ലഭിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ ഏകാഗ്രത. ഇത്തരം ചിന്തകൾ കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് മനസ്സിനും ശരീരത്തിനും ഏകാഗ്രത ലഭിക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥനയിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ തലത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഇത്തരത്തിലുള്ള ഏകാഗ്രതയിലും മെഡിറ്റേഷനുകളിലും പ്രാർത്ഥനയിലും നമുക്ക് മനസ്സിനും ശരീരത്തിനും നമ്മൾ അറിയാത്ത ഒരുപാട് ലാഭങ്ങൾ, ബെനിഫിറ്റ്സുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ദുഷ്ടചിന്തകൾ വരാനുള്ള സാധ്യതകൾ, അതായത് പ്രാർത്ഥിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ആത്മഹത്യാ ചിന്തകൾ, സ്ട്രെസ്സ്, ഈ വക കാര്യങ്ങളിലൊക്കെ അവർക്ക് രക്ഷ കിട്ടും എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇപ്പോൾ ദൈവവിശ്വാസമില്ലാത്ത സൈക്കോളജിസ്റ്റുകൾ പോലും മെഡിറ്റേഷൻ നല്ലൊരു സ്ട്രെസ്സ് അല്ലെങ്കിൽ ഈ ആത്മഹത്യാ പ്രവണത ചിന്തകൾ കുറക്കാനുള്ള നല്ലൊരു പ്രോസസ്സായിട്ട് അവർ സജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. ഈ ബെനിഫിറ്റ്സുകൾ പ്രാർത്ഥിക്കുന്നവർക്ക് അവർ അറിയാതെ ലഭിക്കുന്നുണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇത് തന്നെയാണ് ഏകാഗ്രത. ആത്മഹത്യ ചിന്തകൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇല്ല എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ സ്ട്രെസ്സ് അവർക്ക് ഇല്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ പ്രാർത്ഥനയിൽ കയറി വരുന്ന
ഇത്തരം ചിന്തകൾ. അത് നിങ്ങളെ പ്രാർത്ഥനയെ ഒരിക്കലും തടസ്സപ്പെടുത്താതെ ആ ചിന്തകൾ എൻ്റെ വിശ്രമമാണ്, എൻ്റെ റിലാക്സേഷൻ കൊണ്ട് ഉണ്ടാകുന്നതാണെന്ന് ചിന്തിച്ചുകൊണ്ട് അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ബെനിഫിറ്റ്സുകൾ കൂടുതലായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ലാഭങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകാഗ്രതയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ 2 ഉദാഹരണങ്ങളുടെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക.